കുന്നോങ്കുരുടിയൊക്കെ എടുത്തിട്ടാ കൊണ്ടുവാപ്പാ. അവന്മാരെ തലയടിച്ചു പൊടിക്കണം അവന്മാരെ. ഹലോ എസ് ഐ സാറല്ലേ? നമ്മുടെ കേസിൽ പെട്ട് പൂട്ടിക്കിടക്കുന്ന മറിയ ഏല ഫാക്ടറി ഇല്ലേ? അവിടെ കുറെ പേര് ഒരു പെണ്ണിന്റെ കരച്ചിൽ കുറെ നേരമേ കേൾക്കുന്നു. എന്നാ വിചാരിച്ച ഞങ്ങളുടെ അബുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരിക സർവത്ത്. സാറേ പിന്നെ ആട്. നീയൊക്കെ ഇതുവരെ ഇതിനോട് ചെയ്തത് പോരാഞ്ഞിട്ട് ഈ കാട്ടിൽ കൊണ്ടുവന്ന് വേറെ സാമൂഹ്യ വിരുദ്ധരെയും കൂട്ടി. അയ്യോ സാറേ, സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. സാറേ ഇവന്മാര് മറ്റേ നീല. അതേടാ, മറ്റേ നീല തന്നെ. ഞാൻ കണ്ണോർക്കുമ്പോ മുമ്പിൽ പോലീസാണല്ലോ. നമ്മള് മന്ത്രിമാരായ ഷാജേട്ടാ. 2 ഡസൻ നാരങ്ങ വാങ്ങിച്ചോ? 2 എണ്ണം കുറച്ച് മതി. നിന്റെ കണ്ണീര് കൊണ്ട് ഞാൻ ഒരു ആടിനെ പോലും വെറുതെ വിടാത്ത കാമപ്രാന്തന്മാർ. അതിന് സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആടിനോട് ചോദിച്ചു നോക്ക്. ഓ, അവളും ഉണ്ടായിരുന്നു. അവൾ ഈ പണി നിർത്തിയില്ലല്ലേ? അവക്കാൻ വെച്ചിട്ടുണ്ട്. അയ്യോ സാർ, ആ പിങ്കി അല്ല. സോറി. ഏതാണ് ഈ പുതിയതണ്ടി? അയ്യോ, എനിക്കിത് കാണാൻ വയ്യേ. ഷാജേട്ടാ, ഇതേതാണ് ഈ വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കാൻ കാട്ടിൽ ഒറ്റ കേൾക്കണത്? ഈ വിമാനത്തിൽ നിന്ന് വീണായിരിക്കും. കർത്താവെ, കളറ് കണ്ടിട്ട് ആഫ്രിക്കയിലെ ദൈവം എന്നാ തോന്നുന്നത്. സ്തുതിയായിരിക്കട്ടെ. അനക്കൊന്നുമില്ലല്ലോ. കഴിഞ്ഞ സ്വാമിനെ നടിച്ചു വെച്ച മുതലെനിക്ക് തിരിച്ചാടാ പട്ടികളെ. അവിടെ ഇരിക്കേ. അങ്ങോട്ടാ സ്റ്റോറിലോട്ട്. വീഴല്ലേ? അങ്ങനെ ആരാ സാറേ വന്നിട്ട് പോയത്? വിയറ്റ്നാമിൽ നിന്ന് വന്ന അളിയനാ. പെങ്ങൾക്കും പിള്ളേർക്കും പൊട്ടിക്കാൻ വിഷുവിന് പടക്കമായിട്ട് വന്നതാ. ഞാനങ്ങനെ അറിയാലോട് അവരെ കാട്ടുപോക്കാരാണെന്ന്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്.
രാഷ്ട്രബോധമുള്ള പൗരൻ അല്ലടാ ചെറ്റ. ആരടാ കോട്ടിട്ട കാട്ടുമാക്കാൻ? ആര്? എന്തിനാണ് അവൻ വെടിവെപ്പിനിടെ നിന്റെ പേരലറിയത്? എന്റെ പൊന്ന് സാറേ, എന്നെ കൊല്ലല്ല സാറേ. ഡോളർ കാണുമ്പോ ഏതൊരു രാജ്യം വീട് പോയ പോലെ ഞാനും വീട് പോയി. അപ്പൊ ഇതാ വടംവലിക്കാരല്ല, നിന്റെ ഡീൽ അറിയാവുന്ന ആരോ നിനക്കിട്ട് പണിഞ്ഞതാ. അത് സാത്താൻ സേവർ തന്നെ ആയിരിക്കും സാറേ. അയാൾ അതിന് മടിക്കില്ല. സാത്താൻ സേവ്യർ. ഞാൻ വിറ്റ മുതൽ ഞാൻ തന്നെ അടിച്ചു മാറ്റാറില്ല ഷമീർ സാറേ. അങ്ങനെയുള്ള തന്തയില്ലായ്മ കാണിച്ച ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഈ ഒരു നീലക്കൊടുവിലെ കാര്യത്തിന് വേണ്ടി ഫോറസ്റ്റുകാർ പോലും വരാത്ത ഈ കാട്ടില് സാർ ഒറ്റയ്ക്ക് വരേണ്ടിയിരുന്നില്ല. ഞാൻ എന്തു പറ്റി സാറേ? സേവ്യർ നല്ലവനാ. സേവ്യർ നല്ലവനാ എനിക്കറിയാം. അപ്പൊ പിന്നെ ഇതറിയാവുന്ന ഒരേ ഒരാൾ ഹക്കീമ അല്ലേടാ? ഹക്കീം അങ്ങനെ ചെയ്യത്തില്ല സാറേ, അവനെന്റെ വലിക്കമ്പനിയാ. എന്നാലും നമുക്ക് അവനോട് തന്നെ അങ്ങ് ചോദിക്കാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഈ ഷമീറിന്റെ സർക്കിളിൽ കിടന്ന് ആരും അങ്ങനെ ഷൈൻ ചെയ്യണ്ട. അവന്റെയൊക്കെ ഒരു കൊടുവേലി. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. അത് നേരാ സാറേ. കഴിഞ്ഞ ദിവസം ഒരാൾ മായാവിയുടെ മാന്ത്രികവടി തരാമെന്നും പറഞ്ഞു വന്ന് 5000 രൂപ പോലും. ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? തോന്നി. തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല്ലേ? ആ ഹക്കീമിനെ പിടിച്ചൊന്ന് കൊടുത്താ കൊടുവേലി കിട്ടിയില്ലെങ്കിലും ആശാനെ കിട്ടും. സാർ രഘു, വണ്ടിയിൽ ഫുള്ളോട് ചാണകവളമല്ലേ? രാജാപ്പാളയം വരെ പോയി വരണം. 6 മണിക്കൂർ നേരത്തെ ഓട്ടം, വെറും 6 മണിക്കൂർ. അതിന് 20,000 രൂപയോ? നീയേ വിമാനമൊന്നും കൊണ്ടുവരണ്ട, ഈ ജീപ്പ് തന്നെ വന്നേച്ചാ മതി. എന്റെ പൊന്നു ഹക്കീം സഖാവേ, ഇത്രയും ലോഡ് വെച്ച് വണ്ടി ചോരണമെങ്കിൽ ഇച്ചിരി പാടാ. വണ്ടിക്ക് പണി വരും. പിന്നെ ചെക്ക് പോസ്റ്റ് തൊട്ട് മുട്ടിന് കൈക്കൂലിയും കൊടുക്കണം. ഞാൻ പറഞ്ഞാലേ എനിക്ക് ഇത്രയും കാശ് കിട്ടണം. രഘു, ഈ ഹക്കീം ഒന്ന് ഞൊട്ടി വിളിച്ചാലേ ഇതുപോലത്തെ 100 വണ്ടി വരും. 100 വണ്ടി. അത്രയ്ക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ? നാരങ്ങയുണ്ട് സഖാവേ, ഒരു സർബത്തെടുക്കാം.